റിട്ടയർഡ് കേണൽ എസ് ഡിന്നി, വളരെ പെട്ടെന്ന് ഈ ചൈന ഭാരതത്തിനെതിരായ നിലപാടാണ് എല്ലാ കാലത്തും സ്വീകരിക്കുന്നത്. ഭാരതത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ചൈനയോട് ചില മമതയൊക്കെ ഉണ്ട്. ആ കമ്മ്യൂണിസത്തിൻ്റെ പേരിൽ ചൈനയോട് ചില അടുപ്പമൊക്കെ കാണിക്കുന്നുണ്ട്. പക്ഷേ കോൺഗ്രസ് പ്രകടമായി ചൈനയ്ക്ക് അനുകൂലമായ സമീപനങ്ങൾ അടുത്ത കാലത്തൊന്നും സ്വീകരിച്ചിട്ടില്ല. പക്ഷേ രാഹുലാണ് ഇപ്പോൾ പ്രകടമായി ചൈനയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ ചൈനയെ പുകഴ്ത്തിക്കൊണ്ടൊക്കെ സംസാരിക്കുന്നത്. കോൺഗ്രസിൻ്റെ ഒരു നയമാറ്റമായി ഇതിനെ കാണാൻ കഴിയുമോ എസ് ഡിന്നി? നോക്കൂ ശ്രീ വിനോദ്, ഇതിനകത്ത് ഞാൻ മനസ്സിലാക്കുന്നത്, അതിനകത്ത് ഞാനൊരു കോട്ട് തന്നെ പറഞ്ഞിട്ട് അതിന്റെ ഒരു ആൻസറിലേക്ക് വരാം. അതായത് ഒരു നൈജീരിയൻ ആയിട്ടുള്ള ഒരു റൈറ്റർ ഉണ്ട്. അദ്ദേഹം ഒരു ബെൻ ഓക്രി എന്നാണ് അദ്ദേഹത്തിന്റെ പേര്, വളരെ ഫേമസ് ആയിരുന്നു. അദ്ദേഹം ഒരു കാര്യം പറഞ്ഞിരുന്നു, ഒരു രാജ്യത്തിനെ നശിപ്പിക്കണമെങ്കിൽ അതിന്റെ കഥകളിൽ വിഷം ചേർക്കുക എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതായത് ഒരു രാജ്യത്തിന്റെ നശിപ്പിക്കണമെങ്കിൽ ആ വിഷം ചേർത്താൽ മതി കഥകളിൽ. അപ്പൊ ഈ കഥകളിൽ വിഷം എങ്ങനെയാണ് ചേർക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പൊ നരേറ്റീവ്സിന്റെ ഒരു കാലമാണ്. ഐ എം ഷുവർ പ്രൊഫസർ റോണിക്ക് ബേബിക്കും അറിയാം നരേറ്റീവ്സ് എങ്ങനെയാണ് പറയുക, ആരാണ് എങ്ങനെയാണ് പുറത്തോട്ടൊക്കെ പോകുന്നത്. അപ്പൊ നമ്മുടെ രാജ്യത്തെ കുറിച്ച് ഞാൻ പറയുന്നില്ല നമ്മുടെ രാജ്യത്തിൽ എല്ലാ കാര്യവും ബെസ്റ്റ് ഓഫ് ദി ബെസ്റ്റ് ആണ്. പക്ഷെ നമ്മുടെ രാജ്യത്തിൽ കുറെ കാര്യങ്ങൾ നന്നായി നടക്കുന്നുണ്ട്, കുറെ കാര്യങ്ങൾ ഇനിയും നന്നായിട്ട് നടക്കാൻ പറ്റും എന്നുള്ള വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പൊ അങ്ങനെ വരുമ്പം ഉത്തരവാദിത്തപ്പെട്ട പൊസിഷനിൽ ഇരിക്കുന്ന ആളുകൾക്ക് അത്രമാത്രം സംസാരിക്കുമ്പോൾ അതിനൊരു വാല്യൂ കൊടുക്കണം എന്നാണ് എന്റെ അഭിപ്രായം. കാരണം ഇന്ന് ചിലപ്പം നരേന്ദ്രമോദി ആയിരിക്കും, അദ്ദേഹം ആയിരിക്കും പ്രൈം മിനിസ്റ്റർ, നാളെ ചിലപ്പം രാഹുൽ ഗാന്ധി ആയിരിക്കും, ആരായിക്കോട്ടെ. ഗവൺമെന്റ് വരികയോ പോവുകയൊക്കെ ചെയ്യാം. പണ്ട് അടൽ ബിഹാരി വാജ്പേയി പറഞ്ഞ പോലെ ഗവൺമെന്റ് വന്നും പോവുകയൊക്കെ ഇരിക്കും, അലയൻസസ് വന്നും പോയിരിക്കും. പക്ഷെ ഈ രാഷ്ട്രം എപ്പോഴും നിലനിർത്തണം. ആ രാഷ്ട്രം നിലനിർത്തണമെങ്കിൽ നമ്മൾ എല്ലാവരും ഒരുമിച്ച് നിന്നാൽ മാത്രമേ അത് സംഭവിക്കൂ. അപ്പൊ പുറത്തു പോകുമ്പോൾ, പ്രത്യേകിച്ച് രാജ്യത്തിന്റെ പുറത്തു പോകുമ്പോൾ, അവിടെ ചെല്ലുമ്പോൾ നമ്മുടെ നമ്മൾ അകത്തുള്ള കഥകൾ അല്ലെങ്കിൽ അകത്തുള്ള പ്രശ്നങ്ങൾ ഇവിടെ വെച്ച് പരിഹരിക്കാം. പക്ഷെ പുറത്തു പോകുമ്പോൾ വളരെ റെസ്പോൺസിബിൾ ആയിട്ട് മാത്രമേ സംസാരിക്കുകയും പ്രവർത്തിക്കുകയോ ചെയ്യോ എന്നുള്ള ഒരു അഭ്യർത്ഥനയാണ് എനിക്ക് ഇതിനകത്ത് പറയാനുള്ളത്. അതെ.